ഷൈൻ ടോം ചാക്കോ. എനിക്ക് ഈ സിനിമാ നടനെ പരിചയമുണ്ടായിരുന്നില്ല. അതെൻ്റെ തെറ്റാണ്, കുറ്റമാണ് കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് മലയാളം സിനിമ കാണുകയോ അതിൽ അങ്ങനെ ശ്രദ്ധിക്കുകയോ ചെയ്യാറില്ല. പക്ഷേ ഇന്ന് നേരം വെളുത്തപ്പോൾ വൈകുന്നേരം വരെ ഈ ടി വിയിൽ ഷൈൻ ടോം ചാക്കോയെ പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ടി വിയിൽ വേറെ വാർത്തകളൊന്നുമില്ല. മറ്റ് വാർത്തകൾ സ്ക്രോളായിട്ട് ഇങ്ങനെ പോയാൽ ഭാഗ്യം. മൊത്തം ഷൈൻ ടോം ചാക്കോയാണ്. ഷടാ, ഇത് ഒന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പലരോടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു തിരക്കടിയില്ലാത്ത ഒരു നടനാണ്, സക്സസ്ഫുള്ളും ലിറ്റിൽ അൺസക്സസ്ഫുള്ളുമായിട്ടുള്ള ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ എന്ന് മനസ്സിലായി. എൻ്റെ വിഷയം അദ്ദേഹത്തിൻ്റെ സിനിമ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളതല്ല. അദ്ദേഹം നല്ല നടനാണോ, അതല്ല, തരക്കേടില്ലാത്ത നടനാണോ, അതോ മോശം നടനാണോ, ഇതും എൻ്റെ വിഷയമല്ല. അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിയുമല്ല. ഞാൻ ഈ ഷൈൻ ടോം ചാക്കോയുടെ ഫോട്ടോ വീഡിയോസൊക്കെ ഇപ്പോൾ രാവിലെ മുതൽ നിരന്തരം വരുന്നുണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ അറിയില്ലെങ്കിലും അറിയാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരല്പം എന്താ പറയുക, ഒരു അൺറൂലി ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു അച്ചടക്കമില്ലാത്ത ഒരാൾ. അദ്ദേഹത്തിൻ്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലും, ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഒരുപാട് അത്ര നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, പൊതുജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ, പുകവലിച്ചുകൊണ്ട് വീഡിയോ ഇടുക, ആൾക്കാരെ വെല്ലുവിളിക്കുക, അത് ഇതൊക്കെ. എന്നാൽ അതൊന്നും ഒരു ക്രിമിനൽ കുറ്റമോ സംഗതിയൊന്നുമല്ല. അത്തരം സ്വഭാവങ്ങളുള്ള സിനിമാ നടന്മാർ ധാരാളമുണ്ട്. ഈ കലാകാരന്മാർക്ക് കുറേ ഇതുപോലത്തെ ഈ ഭ്രാന്ത് എന്നല്ല, പ്രാന്ത് എന്ന് നമ്മൾ പറയും, അവർക്ക് അവരുടേതായ ചില ശീലങ്ങളും ശൈലികളും ഒക്കെ ഉണ്ട്. ദാറ്റ് ഈസ് ഓൾ വിത്തിൻ ദ ടോളറൻസ് ലിമിറ്റ്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ ഷൈൻ ടോം ചാക്കോയ്ക്കും അവകാശമുണ്ട്. ബട്ട് ഇതിൽ മയക്കുമരുന്ന് ആംഗിൾ വന്നപ്പോഴാണ് ഞാനിത് കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണം. സിനിമാ രംഗത്തെ മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തെപ്പറ്റി ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമയുടെ മാത്രമായിരുന്നില്ല. ജസ്റ്റിസ് ഹേമയുടെ ഒരു റിപ്പോർട്ട്, പിന്നെ റിട്ടയർഡ് IAS വത്സലകുമാരിയുടെ ഒരു റിപ്പോർട്ട്, പ്ലസ് പഴയ സിനിമാ നടി ശാരദയുടെ ഒരു റിപ്പോർട്ട്. 3 വേറെ വേറെ റിപ്പോർട്ടുകളായിരുന്നു. അത് ചേർത്താണ് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ജസ്റ്റിസ് ഹേമയുടെ മാത്രം പേര് പുറത്തു വന്നു. ബാക്കി 2 പേരുടെ പേര് ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അവർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് പോലും ആരും ഭാവിക്കാറില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് അതറിയപ്പെട്ടു. ഈ 3 പേരും, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എഴുതിയ 3 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം, സിനിമയിൽ മയക്കുമരുന്നിൻ്റെ സ്വാധീനം, അതിൻ്റെ മാഫിയ പ്രവർത്തനം, ഇതെല്ലാം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. മറ്റ് കാര്യങ്ങളിൽ സിനിമയിലെ മസാലയുണ്ടല്ലോ, ഇയാൾ അവളെ തോണ്ടി, മറ്റേ നടിയെയും കൊണ്ട് ഇയാൾ മൂന്നാറിലേക്ക് പോയി, ഇങ്ങനെയൊക്കെയുള്ള മസാല സാധനങ്ങളിലാണ് അന്ന് എല്ലാവരും ശ്രദ്ധിച്ചത്. നടികളുമൊക്കെ കുറേ പേര് ഇറങ്ങി പുറപ്പെട്ടിട്ട് അയാളെന്നെ പീഡിപ്പിച്ചു, ഇയാളെന്നെ പീഡിപ്പിച്ചു, മറ്റേ ആൾ അങ്ങനെ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞ് വൻബഹളം. ആരും ഈ മയക്കുമരുന്നിൻ്റെ കാര്യം ചർച്ച ചെയ്തില്ല. അന്ന് ഞാൻ തലയിൽ കൈവച്ച് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ റിപ്പോർട്ടിൽ 3 പേരും ഒരേപോലെ പറയുന്ന കാര്യം മയക്കുമരുന്നിൻ്റെയാണ്. മറ്റു കാര്യങ്ങളിലൊക്കെ ചില്ലറ വ്യത്യാസമുണ്ട് അവർ പറയുന്നത്. ശാരദ പറയുന്നതിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ടാണ് വത്സലകുമാരി എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് കുറേ അധികം വ്യത്യാസപ്പെട്ടാണ് ഹേമ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ സ്വാധീനത്തിൽ 3 പേരും ഏകസ്വരത്തിൽ പറയുന്നു, സിനിമാ രംഗത്ത് ഏറ്റവും വലിയ ദുരിതമായിട്ടിപ്പോൾ നിൽക്കുന്നത് മയക്കുമരുന്നാണ്. അന്നാരും ഇത് കേട്ടില്ല. പിന്നെ നാട്ടിലെ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ആത്മഹത്യ ചെയ്യാനും അച്ഛനെ കൊല്ലാനും അമ്മയെ കൊല്ലാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞ, അത് ഇതെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഇറങ്ങി.
ഇതിപ്പോൾ പ്രതിജ്ഞ എടുത്താൽ തീരുന്ന സംഗതിയാണോ മയക്കുമരുന്ന്? ഞാനത് വേണ്ടിയില്ല. കാരണം ഒരു നല്ല കാര്യം എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യുമ്പോൾ നമ്മളൊരു ഉടക്ക് പറയുന്നത് ശരിയല്ലല്ലോ. എനിക്ക് അന്നും എന്നും അറിയാം ഈ പ്രതിജ്ഞ കൊണ്ടോ ഒന്നും ഇതിന് വ്യത്യാസം വരാൻ പോകുന്നില്ല. അതിന് നമ്മുടെ സാംസ്കാരിക തലത്തിൽ തന്നെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അത് അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞാൻ ചെയ്ത 2 വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചിട്ടും ആരും കേട്ടില്ല. കേൾക്കണ്ടല്ലോ, ഞാനൊരു ചെറിയ മനുഷ്യനല്ലേ, ആര് കേൾക്കാനാണ്? എന്തുമായിക്കോട്ടെ, ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയുടെ പ്രശ്നം വലിയ പ്രശ്നമായിട്ട് വരാൻ കാര്യം പോലീസിന് ഒരു നാണക്കേട് സംഭവിച്ചു എന്ന് മാധ്യമങ്ങൾ പറയുന്നു. പോലീസ് പറഞ്ഞിട്ടില്ല കേട്ടോ. പോലീസിന് വലിയൊരു നാണക്കേട് പറ്റി. ഷൈൻ ടോം ചാക്കോയെയും അയാളുടെ കൂടെയുള്ള കുറേ പേരെയും ചേർത്ത് പോലീസ് കേസ് ഫ്രെയിം ചെയ്തു. ബട്ട് അത് കോടതിയിൽ പൊളിഞ്ഞുപോയി. കോടതി അതിരൂക്ഷമായിട്ട് പോലീസിനെ വിമർശിച്ചു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ പിന്നെ അതൊന്നും നോക്കണമല്ലോ, എന്താണ് കോടതി ഇത്രയധികം വിമർശിച്ചത്? ഞാൻ ആ ജഡ്ജ്മെൻ്റ് എടുത്തു. 60 പേജുള്ള ജഡ്ജ്മെൻറ്റാണ്. ഇൻ ദ കോർട്ട് ഓഫ് സെഷൻസ് എറണാകുളം ഡിവിഷൻ പ്രസൻറ്റ് ശ്രീമതി സുലേഖ എം, ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് ജഡ്ജ്. സുലേഖയുടെ ജഡ്ജ്മെൻറ്റാണിത്. ട്യൂസ്ഡേ ദ 11th day of February, കഴിഞ്ഞ ഫെബ്രുവരി 11 അവരെഴുതിയ ജഡ്ജ്മെൻറ്റാണ്. ഇത് വാർത്തയാവുന്നത് ഒരാഴ്ച മുമ്പാണ്, 6 ദിവസം മുമ്പ് എന്ന് പറയാം ഈ ജഡ്ജ്മെൻറ്റ് വാർത്തയാകുന്നത്. അതുവരെ എവിടെ പോയിരുന്നു ഈ ജഡ്ജ്മെൻറ്റ്? എനിക്കറിയില്ല. ഫെബ്രുവരി 11 എഴുതിയ ജഡ്ജ്മെൻറ്റ് ഏപ്രിൽ ഒരു 14, 15 ഒക്കെ ആകുമ്പോൾ പുറത്തു വരുന്നത് ഒരു അസ്വാഭാവികതയില്ലേ? മാധ്യമങ്ങളങ്ങ് ആഘോഷിക്കുന്നു, ഓ പോലീസ് തോറ്റുപോയി, പോലീസിനെ ശാസിച്ചു, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കേസിൽ പ്രതികളുടെ പേര് ഞാൻ വായിക്കാം. രേഷ്മ രംഗസ്വാമി 2015 26 വയസ്സ്. ബ്ലെസ്സി സിൽവസ്റ്റർ 2015 22 വയസ്സ്. ഷൈൻ ടോം ചാക്കോ 3-ാം പ്രതിയാണ്, 2015 31 വയസ്സ്. അപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇപ്പോൾ ഒരു 41 വയസ്സുണ്ടാവും. ബാക്കി പ്രതികളുണ്ട്. ടിൻസി ബാബു, സ്നേഹ ബാബു, ഒക്കോവെ ചിഗാസോയ് കോളിൻസ്, അവർ സ്ത്രീയാണ്. അവർ നോർത്ത് ഗോവ അവിടെ നിന്നാണ്. പൃഥ്വിരാജ്, നമ്മൾ പറയുന്ന വലിയ മഹാനടൻ പൃഥ്വിരാജ് അല്ല, ഇത് വേറൊരു പൃഥ്വിരാജ്, ചെന്നൈയിൽ നിന്നാണ്. ജസ്ബീർ സിംഗ്, അദ്ദേഹം അണ്ണാനഗർ ചെന്നൈയിൽ നിന്ന്. ഇവർക്ക് വേണ്ടി ഹാജരായ പല വക്കീലന്മാരും ഉണ്ട്. നമ്മളുടെ ഷൈൻ ടോം ചാക്കോയ്ക്ക് വക്കീൽ ബി രാമൻപിള്ള ആയിരുന്നു. ബി രാമൻപിള്ള സാറ് ഇന്നിപ്പോൾ കേരളത്തിലെ നമ്പർ 1 ക്രിമിനൽ വക്കീലന്മാരിൽ 1 2 3 എന്ന് പറയാൻ വയ്യാത്ത ഒരേപോലെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരിൽ ഒരാളാണ് രാമൻപിള്ള സാറ്. രാമൻപിള്ള സാറ്, രാംകുമാർ സാറ്, വിജയഭാനു സാറ്, പിന്നെ ശ്രീകുമാർ സാറ്, ഈ 4 പേര് ക്രിമിനൽ മാറ്റേഴ്സിൽ അഗ്രഗണ്യന്മാർ. മറ്റ് മാറ്റേഴ്സ് അവർ കൈകാര്യം ചെയ്യില്ല എന്നില്ല, ക്രിമിനൽ മാറ്റേഴ്സിൽ അഗ്രഗണ്യന്മാരായിട്ട് കരുതപ്പെടുന്ന വക്കീലന്മാരാണ്. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിൽ ഇവരെഴുതിയിരിക്കുന്നത് ദ അക്യൂസ്ഡ് ആർ ഫൗണ്ട് നോട്ട് ഗിൽറ്റി ഫോർ ദ ഒഫൻസസ് പണിഷബിൾ അണ്ടർ, വകുപ്പുകളും ചട്ടങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ദ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ബീയിങ് വാല്യൂലെസ് ബി ഡിസ്ട്രോയിഡ് ആഫ്റ്റർ ദ അപ്പീൽ പീരീഡ്. അപ്പീൽ കൊടുക്കാനായിട്ട് 3 മാസമുണ്ട്. 3 മാസത്തിനുള്ളിൽ ഇവർ അപ്പീൽ പോയില്ലെങ്കിൽ നിങ്ങൾ ഈ നിങ്ങളുടെ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ, ഇതാണ് മയക്കുമരുന്ന്, ഇത് മയക്കുമരുന്ന് കൊണ്ടുവന്ന കവറ്, ആ കവറിട്ട കൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തൊണ്ടി മുതൽ ഹാജരാക്കും പോലീസുകാർ. അതൊക്കെ നശിപ്പിക്കുക അപ്പീൽ പീരീഡ് കഴിഞ്ഞിട്ട്. അപ്പീൽ പീരീഡ് 90 ദിവസമാണ് സാധാരണഗതിയിൽ. ഇപ്പം ഇതിൽ ഒരുപാട് പ്രൊസീജിയറൽ ലാപ്സ് ഉണ്ടായി. അതിന് ഞാൻ പോലീസിനെയോ എക്സൈസിനെയോ കുറ്റം പറയില്ല. കാരണം വളരെ കുഴമാന്തരം പിടിച്ച ഒരു സാധനമാണ് ഈ NDPS ആക്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്രോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. ഇതാണ് സാധനം. 1985 ആണ് കേന്ദ്ര സർക്കാർ ഇത് പാസ്സാക്കുന്നത്. അതിനു മുമ്പ് ഇങ്ങനൊരു ആക്ട് ഇല്ല.
അപ്പോൾ അതിനു മുമ്പ് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചവരൊക്കെ കുറ്റം ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നത് നിയമദൃഷ്ട്യാ കുറ്റകരമായിരുന്നില്ല. 85-ന് ശേഷം ഇത് പ്രശ്നമായപ്പോൾ തന്നെ സർക്കാർ ഇതിനകത്ത്, കാരണം ഇത് ഡ്രഗ് ഉപയോഗിക്കുന്നവരെ ഹറാസ് ചെയ്യാനുള്ളൊരു നിയമമല്ല. ആ നിയമം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡ്രഗ് ഉപയോഗിക്കുന്നത് അതിനകത്ത് പെട്ടുപോയവരോട് ഈ നിയമം വളരെ ദയാദാക്ഷിണ്യപൂർവമായ ഒരു നിലപാടാണ് എടുക്കുന്നത്. ബട്ട് ഇത് കച്ചവടം ചെയ്യുക, സ്റ്റോക്ക് ചെയ്യുക, പുറത്തുനിന്ന് കൊണ്ടുവരിക, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരിക, അതൊക്കെ വലിയ കടുപ്പപ്പെട്ട വകുപ്പുകളും ശിക്ഷയുമാണ്. ഉപയോഗിക്കുന്ന ആളിന് മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം തടവ്, 2000 രൂപ പിഴയോ, രണ്ടും കൂടെയോ. ഇതാണ് അതിനകത്ത് പറയുന്ന ശിക്ഷ ഉപയോഗിക്കുന്ന ആളിന്. സാധാരണഗതിയിൽ കോടതി ചെയ്യുന്നത്, ഈ ഉപയോഗിക്കുന്ന ആൾ അയാൾ അതിൻ്റെ വിക്റ്റിമാണ്, ഇല്ലേ, വിക്റ്റിമാണ്, പെട്ടുപോയി, അയാൾ ഉപയോഗിക്കുന്നു, അതില്ലാതെ അയാൾക്ക് പറ്റില്ല. അങ്ങനെയുള്ള ആളിനെ പിടിച്ച് ജയിലിലിട്ടിട്ട് എന്ത് കാര്യം? അയാൾ വല്ല ഡി അഡിക്ഷൻ സെൻറ്ററിലോ വല്ലതും പോട്ടെ എന്ന് പറഞ്ഞൊരു ഉപദേശമോ കൊടുത്തിട്ട് ഒരു 1000 രൂപ പിഴ അടച്ചിട്ട് അയാളെ വിടും. ഇതാണ് മയക്കുമരുന്ന് നിങ്ങൾ ഉപയോഗിച്ചാലുള്ള ശിക്ഷ. കൈവശം വെച്ചാലുള്ള ശിക്ഷ വേറെയാണ്. കൈവശം നിങ്ങളുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ആര് തന്നു, പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയ കേസാവും അത്. ബട്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ പോയി ഈ മയക്കുമരുന്ന്, ഇപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല, ഒന്നിങ്ങനെ മണത്ത് കഴിഞ്ഞാൽ തന്നെ ഭ്രാന്തായി പോകുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോലും. അപ്പോൾ അങ്ങനെ ഒന്ന് മണത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തലച്ചോറിൽ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അതിന് ശിക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒരു 1000 രൂപ പിഴയൊക്കെ അടച്ചിട്ട് പിറ്റേ ദിവസം ഇറക്കി വിടുറോ, വെറുതെ ഉപദ്രവിക്കാതെ അയാളെ എന്ന് പറയും. അപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ പേരിൽ പോലും ഇത്രയ്ക്കിത്രേ വരാനുള്ളൂ. ഞാൻ ഈ ജഡ്ജ്മെൻറ്റിൽ പോലീസിനെ ശാസിച്ചു എന്നൊക്കെയുള്ള ഭാഗമുണ്ട്. പോലീസിന് വലിയ നാണക്കേടുണ്ടായി, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ ജഡ്ജ്മെൻറ്റിൽ വരുന്നത് പോലെ ജഡ്ജി എഴുതിയിരിക്കുന്നു, ഇൻ ദ റിസൾട്ട് ദ അക്യൂസ്ഡ് ആർ ഫൗണ്ട് നോട്ട് ഗിൽറ്റി. എന്നുവെച്ചാൽ മേൽ കാണിച്ച 10-60 പേജുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ റിസൾട്ടായിട്ട് ഈ കുറ്റാരോപിതർ ഗിൽറ്റിയാണ് എന്ന്, കുറ്റം ചെയ്തവരാണ് എന്ന് കോടതി കണ്ടെത്തുന്നില്ല. ആൻഡ് ആർ അക്വിറ്റഡ് അണ്ടർ സെക്ഷൻ 235(1) ഓഫ് CRPC. അതിനാൽ ഇവരെ കുറ്റവിമുക്തരാക്കുന്നു. ദ ബെയിൽ ബോൺസ് സ്റ്റാൻഡ് ക്യാൻസൽഡ് ആൻഡ് ദ ഷുവർട്ടീസ് സെറ്റ് അറ്റ് ലിബർട്ടി. ഇവർ ജാമ്യത്തിലായിരുന്നു. ഷൈൻ ടോം ചാക്കോ 2 മാസം ജയിലിൽ കിടന്നു കേട്ടോ, ഫെബ്രുവരി മുതൽ മാർച്ച് വരെ, അതോ ജാനുവരി മുതൽ ഫെബ്രുവരി വരെയോ, ഞാനത് കൃത്യമായിട്ട് പറയാമല്ലോ. എന്തിനാണ് നമ്മൾ ഒരു സംശയം വയ്ക്കുന്നത്? യെസ്, 2 മാസമാണ്. 2 മാസം ഷൈൻ ടോം ചാക്കോ അന്ന് ഈ കേസിൽ ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് ജാമ്യം കിട്ടി. ഇപ്പോൾ അവർ പറഞ്ഞു ജാമ്യം കൊടുത്ത ബോണ്ട് ഇതെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു, ഇതൊന്നും നിലനിൽക്കുന്നതല്ല, കുറ്റം തെളിഞ്ഞിട്ടില്ല. കോടതി ഫർദർ എഴുതുന്നു, ഓൺ അനലൈസിങ് ദ എൻറ്റയർ എവിഡൻസ് ആൻഡ് ഫാക്ട്സ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ പ്രോസിക്യൂഷൻ കുഡ് നോട്ട് പ്രൂവ് ദ കേസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട്. ഇതെല്ലാ ജഡ്ജ്മെൻറ്റിലും എഴുതുന്നതല്ലേ. എല്ലാ ജഡ്ജ്മെൻറ്റിലും അയാൾ കുറ്റം ചെയ്തതായിട്ട് കാണുന്നില്ല എന്ന് കോടതി പറയുന്നത് എങ്ങനെയാണ്? പ്രോസിക്യൂഷൻ ഹാസ് ഫെയിൽഡ് ടു എസ്റ്റാബ്ലിഷ് ദ കേസ്, ദെയർഫോർ വി ആർ ലെറ്റിംഗ് ദിസ് മാൻ ഫ്രീ, അല്ലേ? പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല ബിയോണ്ട് റീസണബിൾ ഡൗട്ട്, സംശയാതീതമായിട്ട് ന്യായമായ സംശയങ്ങളുടെ അപ്പുറത്തേക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇയാളെ വെറുതെ വിടുന്നു. അയാൾ നിഷ്കളങ്കനാണെന്നോ നിരപരാധിയാണെന്നോ കോടതി ഒരിക്കലും പറയാറില്ല. അയാൾക്കെതിരെയുള്ള തെളിവുകൾ നിരത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, അതിനാൽ വെറുതെ വിടുന്നു. ഇവിടെയും അതുതന്നെ. ഹെൻസ് ദ അക്യൂസ്ഡ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് അക്വിറ്റൽ, പോയിൻറ്റ്സ് ആർ ആൻസേർഡ് അക്കോർഡിംഗ്ലി. തെളിവില്ലാത്തതിനാൽ അല്ലെങ്കിൽ സംശയാതീതമായ തെളിവുകൾ സ്ഥാപിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനാൽ പ്രതികൾ ഒരു അക്വിറ്റൽ എന്ന് പറഞ്ഞ് തുറന്നുവിടൽ അർഹിക്കുന്നു. അതുകൊണ്ട് അത് ചെയ്യുന്നു. ഇത്രയുമാണ് കോടതി എഴുതി. കോടതി
പോലീസിനെ കുറ്റം പറയുകയോ പ്രോസിക്യൂഷനെ കുറ്റം പറയുകയോ ഒന്നും ചെയ്തില്ല. ഏതൊരു ക്രിമിനൽ കേസിലും സംഭവിക്കുന്നത് ഈ കേസിലും സംഭവിച്ചു. ഇവർ കുറ്റം ചെയ്തതായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. അതുകൊണ്ട് അവരെ കുറ്റവിമുക്തരാക്കി. ഇതിൽ പോലീസിന് നാണക്കേടെന്താ? നാണക്കേട് ഈ മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കിയ നാണക്കേടാണ്. അത് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോയിട്ട് എന്തായിടും എന്നൊക്കെ ചോദിച്ചിട്ട് മാധ്യമങ്ങൾ വെറുതെ പോലീസിനെ നാണം കെടുത്തിയതല്ല. അത് പോലീസിന് നാണക്കേടൊന്നും ഉണ്ടായിട്ടില്ല ആ കേസിൽ. ഇപ്പോൾ എന്തായി, ഈ പെർസീവ്ഡ് നാണക്കേടുണ്ടല്ല, മീഡിയ എല്ലാം കൂടെ ഉണ്ടാക്കിയ ഒരു ഇത്ര വലിയ വമ്പന്മാരെ ഇവരൊക്കെ വല പൊട്ടിച്ച് ചാടുമെന്നേ എന്നൊക്കെ പറഞ്ഞങ്ങ് ചൂടാക്കിയിട്ട് പോലീസിന് തോന്നിച്ചേ ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ ഷൈൻ ടോം ചാക്കോയെ എന്ന് പറഞ്ഞിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത പോലെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ നോക്ക്, വെളുപ്പിന് പോലീസുകാരവിടെ അന്വേഷിച്ച് ചെല്ലുന്നു. വാസ്തവത്തിൽ ചെല്ലേണ്ടത് എക്സൈസാണ്, പോട്ടെ, പോലീസിനും പോകാൻ അധികാരമുണ്ട്. പോലീസ് പോയി ഇങ്ങനെ പുറകിൽ കൂടെ ഈ ജനലിൽ കൂടെ ചാടി പുറത്തേക്ക് രണ്ടാം നിലയിലെ ഷീറ്റിലേക്ക് ചാടി. ഷീറ്റിൽ നിന്ന് ഇതിലേക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി. പിന്നെ കോണിപ്പടി ഓടി പുറത്ത് വന്നു. എന്നിട്ട് ആരുടെയോ ബൈക്കിൽ കയറിപ്പോയി. ഇതിലൊക്കെ കേസ് എന്താണെന്ന്, പോലീസിനെ പേടിച്ചോടി എന്ന് പറഞ്ഞിട്ടൊരു കേസില്ല. പോലീസിനെ കാണുമ്പോൾ ആർക്കും പേടിയാകും ഇല്ലേ? സാധാരണ മനുഷ്യർ എല്ലാവർക്കും പേടിയാണ്. 2 പോലീസുകാർ നിങ്ങളുടെ നേർക്ക് നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാവില്ലേ? അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ല ഇടവഴിയോ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കും, ഒരു വഴിയും കാണുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ശ്വാസം പിടിച്ച് പിന്നെ പോലീസുകാർ അവരുടെ പാട്ടിന് പൊക്കോളും. അത് കഴിയുമ്പോഴാണ് നമ്മുടെ ശ്വാസം നേരെ വീഴുന്നത്. സാധാരണ മനുഷ്യൻ്റെ ഒരു ത്വരയാണ്. എൻ്റെ ദൈവമേ, പോലീസാണല്ലോ. ഇത് കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷൂന്നായി പോകും കേട്ടോ. കോടതിയിൽ പോലീസുകാർക്ക് ഇത് പറയാൻ പറ്റില്ല. ഇയാൾ ഞങ്ങളെ കണ്ടപ്പോൾ എടുത്തോടി. കോടതി ചോദിക്കുക, അതുകൊണ്ട് എന്താടോ അയാൾ ചെയ്ത് കുറ്റം എന്താ? നിങ്ങളെ കണ്ടപ്പോഴോ കാണാത്തപ്പോഴോ അയാൾ എടുത്തോടി. നിങ്ങൾക്ക് അല്ല സാറേ, അത് 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിൽ ചാടി, 2-ാം നിലയിൽ നിന്ന് 1-ാം നിലയിൽ ചാടി. അയാൾ എവിടെയെങ്കിലും ചാടിക്കോട്ടെ, നിങ്ങൾക്കെന്താ? ഇതിൽ കുറ്റമെന്താ? ഇത് ചോദിക്കുമല്ലോ കോടതി. ഇത് പറയാൻ പോലീസിന് സാധ്യമല്ല. അതുകൊണ്ട് പോലീസ് എന്ത് ചെയ്ത്, ഈ ചാനലുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 2 വകുപ്പ് അങ്ങിട്ടു. വകുപ്പിട്ടിട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു. എന്നാൽ പിന്നെ കടുപ്പപ്പെട്ട വകുപ്പിടരുതോ? മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിട്ട് അതിനുള്ള കോപ്പൊന്നും കയ്യിലില്ല. മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് കേസ് തന്നെ റദ്ദാക്കി കളയും. അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് തന്നെ കക്ഷിയെ വിട്ടോളാം. മറ്റേ ഫോട്ടോ വീഡിയോ ഒക്കെ വന്നല്ലോ, ഷൈൻ ടോം ചാക്കോയോ ഒന്ന് നാറ്റിച്ചല്ലോ, അത് മതിയെന്ന്. ഇപ്പോൾ ഇവർ ടി വിയിൽ കാണിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഷൈൻ ടോം ചാക്കോ പറയുന്നു, ഞാനിത് ഉപയോഗിക്കാറുണ്ട്, ഞാനിതിൻ്റെ അഡിക്റ്റാണ്, എൻ്റെ അപ്പൻ എന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിരുന്നു, ബട്ട് 10-12 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നിൽക്കപ്രതിയില്ലാതെ ഞാൻ അവിടെ നിന്ന് ചാടി എന്നൊക്കെ അയാൾ തത്ത പറയുന്ന പോലെ കാര്യം പറയുന്നുണ്ട്. ഇതിനൊന്നും ശിക്ഷയില്ലെന്നേ. എനിക്കതാ മനസ്സിലാകത്ത്. ഇത് വെറുതെ ടി വി ചാനൽ കയറിയിട്ട് മൂപ്പിച്ചാൽ മതിയോ? ഇതിന് ശിക്ഷയില്ല. ഇത് വളരെ അനുതാപത്തോടെയാണ് നിയമ നിർമ്മാണ സമിതികളൊക്കെ കണ്ടിട്ടുള്ളത്. അത് പാർലമെൻ്റ് ആണെങ്കിലും അസംബ്ലി ആണെങ്കിലും. കാരണം ഒരുത്തൻ ഇതിനകത്ത് പെട്ടുപോയി. നമ്മുടെയൊക്കെ എത്രയോ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കുട്ടികൾ ഒക്കെ മദ്യപാനത്തിൽ പെട്ടുപോകുന്നു ഇല്ലേ? പെട്ടുപോയി കഴിഞ്ഞാൽ ഈ ചെറുക്കനെ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കുക എന്നുള്ളതല്ലാതെ അവനെ കൊണ്ടുപോയി ജയിലിലിട്ടിട്ട് എന്ത് കാര്യം? ഇത് ജഡ്ജിമാർക്കും അറിയാം, നിയമത്തിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പറഞ്ഞു എന്ന് അവർ എഴുതി കാണിക്കുന്നത് കേട്ടോ ടി വിയിൽ. ടി വിക്കാർ പറയുന്നത് പലപ്പോഴും ലെവലേശം വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം ദേ ആർ റണ്ണിങ് ആൻ അജണ്ട. എനിക്ക് ഷൈൻ ടോം ചാക്കോയുടെ കേസിൽ പറയാൻ, ഇവർ മറ്റേ ലോവർ കോർട്ടിൽ കേസ് തോറ്റല്ലോ, പഴയ കേസ്. അന്ന് മനോജ് എബ്രഹാം, അന്നല്ല അതിന് ശേഷം ഈ വാർ അഗൻസ്റ്റ് ഡ്രഗ് തുടങ്ങിയ കാലത്ത് മനോജ് എബ്രഹാം പറഞ്ഞു, അതേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് വീഴ്ചയുണ്ട്. ഈ NDPS ആക്ട് അനുസരിച്ച് ഒരാൾ കുറ്റപത്രം കൊടുക്കണമെങ്കിൽ അതിന് ചില ഫോംസ് ആൻഡ് ഫോർമാറ്റൊക്കെ ഉണ്ട്. അത് ചട്ടങ്ങൾ വളരെ സ്ട്രിക്റ്റാണ് ഇതിൽ. കാരണം ഒരു മനുഷ്യനെ എന്തോ ഒന്ന് കഴിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇല്ലേ? ആ കഴിച്ചത് വിഷം കഴിക്കാൻ ഒരാൾക്ക് അവകാശമില്ലേ? മയക്കുമരുന്ന് കഴിച്ചു, ശരി, അയാൾ കഴിച്ചല്ലോ, അത് പോയില്ല വയറ്റിൽ, ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അപ്പോൾ ഈ കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് പാർലമെൻ്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും ഒക്കെ ഈ റൂൾസൊക്കെ ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇവർ
മനോജ് എബ്രഹാം ടി വിക്കാരോട് പറഞ്ഞു. എൻ്റെ ഓർമ്മയിൽ എനിക്ക് കൃത്യമായിട്ടറിയാം, 24 ന്യൂസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ മനോജ് എബ്രഹാം IG പറയുന്നു, ഈ നടപടിക്രമങ്ങളിൽ ഒരുപാട് വീഴ്ചകൾ ഞങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്യണം എന്നുള്ളതിൻ്റെ സർക്കുലർ ഞങ്ങൾ അയച്ചിട്ടുണ്ട്, അതിൻ്റെ ട്രെയിനിങ് ക്ലാസ് ഞങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ മനോജ് എബ്രഹാം പറഞ്ഞു. അത് സത്യവുമാണ്, തെറ്റൊന്നുമില്ല. കാരണം സുപ്രീം കോടതിയുടെ വിധികൾ ഒരുപാടുണ്ട് ഈ കാര്യത്തിൽ, NDPS ആക്ടിൻ്റെ കാര്യത്തിൽ. പാർലമെൻറ്റിൻ്റെ ആക്ട് തന്നെ ഈ രീതിയിൽ ഒരാളിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ആക്ട്. മയക്കുമരുന്ന് വിൽക്കുകയും അതിൽ നിന്ന് കാശുണ്ടാക്കുകയും ആ റാക്കറ്റ്, മാഫിയ, ഇതൊക്കെയാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഇതിൽ പെട്ടുപോയവനെ ശിക്ഷിക്കുക എന്ന് പറയുന്നൊരു മഹാപാപമല്ലേ. അപ്പോൾ അത് നിയമത്തിൻ്റെ ലക്ഷ്യമേ അല്ല. അതിനൊരു ചെറിയ ശിക്ഷ, അപ്പോൾ എന്തെങ്കിലും ഒരു പിഴ കൊടുക്കുക, ആ പാവത്തെ വിട്ടേക്ക്, പാവം. ഇങ്ങനെയാണ് നിയമം ഇതിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ നോട്ടത്തിൽ, ഞാൻ അന്വേഷിച്ചതിൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഉത്തമ ബോധ്യവും വിശ്വാസവും, ഷൈൻ ടോം ചാക്കോ എന്ന നടനെ ഇല്ലാതാക്കാൻ സിനിമാ രംഗത്തെ തന്നെ ആരോ പ്രവർത്തിക്കുന്നു എന്നാണ് എൻ്റെ ബലമായ സംശയം മാത്രമാണ്. എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ബട്ട് സിനിമാ രംഗത്ത് ഇത് ഒരു റെയറായിട്ടുള്ള പ്രവണതയൊന്നുമല്ല. പല സിനിമാ താരങ്ങളെയും ടോപ്പ് ക്ലാസ് ആയിട്ട് വരുന്ന ആൾക്കാരെ ഇടയ്ക്ക് വെച്ച് ഇതുപോലത്തെ വിവാദങ്ങളിൽ പെട്ട് ഇല്ലാതാക്കി കളയുന്ന ഒരു സമ്പ്രദായം മലയാള സിനിമയിലുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാനതിന് ഉദാഹരണം പറയുന്നില്ല, പേര് പറഞ്ഞു പിന്നെ അതൊരു വഴക്കാൻ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. പ്രധാനപ്പെട്ട നടന്മാരെയോ നടിമാരെയോ ഒക്കെ ഇല്ലാതാക്കിയ ചരിത്രം മലയാള സിനിമയ്ക്കുണ്ട്. അത് മട്ടാഞ്ചേരി മാഫിയാണ്, ഫോർട്ട് കൊച്ചി മാഫിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫോർ ദാറ്റ് മാറ്റർ മാഫിയാണെന്ന് പോലും ഞാൻ പറയുന്നില്ല. ബട്ട് ഒരു സംഘം ഷൈൻ ചെയ്ത് വരുന്ന ആൾക്കാരെ ഇല്ലാതെയാക്കുന്ന ഒരു സംഘം, അല്ലെങ്കിൽ അവർ പറഞ്ഞത് കേട്ട് അവരുടെ അടിമയായിട്ട് നിൽക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവരെ ഇല്ലാതാക്കുന്നൊരു സംഘം സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്, ബോധ്യമുണ്ട്. അതിൻ്റെ ഇരയാണോ ഷൈൻ ടോം ചാക്കോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഷൈൻ ടോം ചാക്കോ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നുള്ളത് ഒരു കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. അതൊരു കുറവാണ്. ഇറ്റ്സ് ആൻ ഒഫൻസ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1000 രൂപ പിഴയോ എന്താണെന്ന് വെച്ചാൽ അത് കോടതി ചെയ്യട്ടെ. ബട്ട് അതിലും വലുത് അതൊരു കുറവാണ്, ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു കുറവാണ്. അങ്ങനെയാണ് പല നടന്മാരും പണ്ടൊക്കെ ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് മദ്യമോ കഞ്ചാവോ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ പുതിയ സാധനങ്ങൾ, സിന്തറ്റിക് ഡ്രഗ്സൊക്കെ വന്നു, അത് ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ അത് ഉപയോഗിച്ച് ഇല്ലാതാവാൻ പാടില്ല. പ്രതിഭാശാലികളായ ആൾക്കാർക്ക് കുറേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചില നാടകങ്ങളൊക്കെ അവരുടെ ഉണ്ടാകും. അവരപ്പോൾ അതനുസരിച്ച് വല്ല വീഡിയോ ഒക്കെ ഇടുക, ആരെങ്കിലും ഓടാന്നൊക്കെ പറഞ്ഞിട്ട് തലയിൽ വട്ടക്കെട്ടൊക്കെ കെട്ടി നിൽക്കുക. നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ അലൻസിയർ എന്നൊരു സിനിമാ നടൻ തുണി അഴിച്ച് കാണിച്ചില്ലേ കോഴിക്കോട്, അണ്ടർവെയർ മാത്രമായിട്ട്. ഇപ്പം നരേന്ദ്രമോദിയെ പ്രതിരോധിക്കാൻ ഇയാൾ തുണി അഴിച്ച് കാണിച്ചാൽ നരേന്ദ്രമോദിക്ക് എന്താ? ഇയാൾക്ക് നാണമല്ലേ? നരേന്ദ്രമോദിക്ക് നാണമുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെ, അതേസമയം അലൻസിയർ പ്രതിഭാശാലി ഒരു നടനുമാണ്. ഈ പ്രതിഭാശാലികൾക്ക് അവരുടേതായ കുറേ കുസൃതികൾ, സംഗതികളൊക്കെ ഉണ്ടാവും. അത് സമൂഹം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ക്യാമ്പയിൻ ചാനലുകൾ നടത്തുന്നത് എനിക്ക് തോന്നുന്നു അതൊരു സ്പോൺസേഡ് ക്യാമ്പയിനാണ്. ഇറ്റ് ഡെഫിനറ്റ്ലി ഈസ് എ സ്പോൺസേഡ്. ഈ 24 hours ഒരു പ്രശ്നം എടുത്തിട്ട് അലക്കുന്നത്, അപ്പം തന്നെ വിചാരിക്കുക അതിൻ്റെ പുറകിൽ മറ്റാരോ ഉണ്ട്, മറ്റെന്തോ താല്പര്യങ്ങളുണ്ട്. ചാനലുകൾക്കും സാമ്പത്തിക താല്പര്യം ഉണ്ടാവാം, അവർക്കും കാശ് വേണമല്ലോ. പിന്നെ 2 or 3 ചാനലുകൾ കാണിക്കുമ്പോൾ മറ്റ് ചാനലുകൾ പുറകിലാവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 10 പൈസ കിട്ടിയില്ലെങ്കിൽ പോലും അവരും ഇത് കാണിച്ചുകൊണ്ടിരിക്കും. അതൊരു ട്രെൻഡാണ്. അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും അത് തന്നെ. അപ്പോൾ ഇന്ന് നേരം വെളുക്ക് വൈകുന്നേരം വരെ ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി, എന്താ ഈ സംഭവം, ഇതൊന്ന് അന്വേഷിക്കണമല്ലോ എന്ന്. അങ്ങനെ അന്വേഷിച്ച് ബുദ്ധിമുട്ടി ലോവർ കോർട്ടിലെ നമ്മളുടെ ശ്രീമതി സുലേഖ, ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് ജഡ്ജ്, അവരുടെ 60 പേജ് വരുന്ന ജഡ്ജ്മെൻറ്റ് എൻ്റെ കയ്യിൽ കിട്ടാൻ അല്പം താമസിച്ചു. എന്നാലും ഞാൻ ജഡ്ജ്മെൻറ്റ് വെച്ച് ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ
നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ എന്ന് ഞാനും തീരുമാനിച്ചു. അതാണല്ലോ അതിൻ്റെ മര്യാദ. ഞാൻ നോക്കിയപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിൽ പോലീസിനെ കുറ്റം പറയുക അങ്ങനെയൊന്നുമില്ല. എല്ലാ ക്രിമിനൽ കേസിലും പറയുന്ന കാര്യം ഇതിലും പറഞ്ഞു. പ്രോസിക്യൂഷൻ തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു, അതുകൊണ്ട് പ്രതികളെ വെറുതെ വിടുന്നു. ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി മാറ്റി വഷളാക്കിയത് മാധ്യമങ്ങളും അവർക്ക് പിന്നിൽ കളിച്ച ശക്തികളുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങളുടെ ബോധ്യം പോലെ നിങ്ങൾ തീരുമാനിക്കുക. താങ്ക് യു.